എറണാകുളം കളമശ്ശേരിയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് കാറിലിടിച്ച് യുവതി മരിച്ചു. തൃക്കാക്കര നോർത്ത് സ്വദേശി ബുഷറ ബീവിയാണ് മരിച്ചത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകട കാരണമെന്നാണ് ആരോപണം. സൈഫുനിസ അലിയാർ നമുക്കൊപ്പം. സൈഫുനിസ, എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു ഈ അപകടം? സുജയ, നമ്മുടെ ഓഫീസിന്റെ തൊട്ടടുത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത്. ഈ സ്കൂട്ടർ നമ്മുടെ കളമശ്ശേരി ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് വരുന്നായിരുന്നു. മെഡിക്കൽ കോളേജ് കഴിയുമ്പോൾ തന്നെ ഒരു കയറ്റമുണ്ട്. ആ വളവും കയറ്റവുമുള്ള ഭാഗത്ത് ആണ് ഈ ടൈൽ പാകിയ സ്ഥലം. അതിനോട് ചേർന്ന് റോഡുമാണ്. ഈ റോഡും ടൈലും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത്രയും വ്യത്യാസമുണ്ട്. ഇത്രയും വ്യത്യാസം ഈ റോഡും ടൈലും തമ്മിലുണ്ട്. ഈ ഭാഗത്ത് വന്ന് സ്കൂട്ടർ സ്കിഡായി. ഇതിൻ്റെ മേലെ നിന്ന് താഴേക്ക് ചാടി സ്കൂട്ടർ സ്കിഡായി അങ്ങോട്ടേക്ക് തലയടിച്ച് വീണാണ് ഈ യുവതി സുഹ്റ ബീവി മരിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇത് ആദ്യമായാണ് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ യഥാകാലമായിട്ട് ഈ ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് ആദ്യമായിട്ടാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ഇപ്പോൾ ഇത്രയും വെച്ചാൽ ഈ റോഡ് പണിത സമയത്ത് ഈ ടൈൽ വർക്കും കഴിഞ്ഞു. ടൈൽ വർക്ക് താന്നു പോയതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം. ശരിയല്ലേ? ഈ ടൈല് താന്നുപോയി. 2 ഇഞ്ചിൽ കൂടുതൽ ടൈല് താന്നു പോയിട്ട് നാളിതുവരെ അത് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ഇതേ ഉദ്യോഗസ്ഥർ ആരാണ്? PWD റോഡായത്. കാരണം കിൻഫ്രയും ഈ സൈഡെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കിൻഫ്രയാണ്. HMT റോഡായിരുന്നു, ജവഹർലാൽ നെഹ്റു റോഡ്. പക്ഷെ അത് PWD ഏറ്റെടുത്തപ്പോൾ പടുത് കഴിഞ്ഞിട്ട് ടൈൽ വശം താന്നുപോയി. കോൺക്രീറ്റ് പൊങ്ങി നിൽക്കുന്നു. ആ ഡിപ്പ് 2-2.5 ഇഞ്ച് വരുന്ന ഡിപ്പാണ് ഈ ആക്സിഡൻസ് ഉണ്ടാക്കുന്നത്. പക്ഷെ മരണം ആദ്യമായിട്ടാണ്. ഇതിനു മുൻപേ മരണമൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇനി മരണം നടന്നിട്ടെങ്കിലും ഉദ്യോഗസ്ഥരെ കണ്ണു തുറക്കുകയാണെങ്കിൽ വലിയ ഉപകാരം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും വലിയ കയറ്റം, മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റ് അവിടെ നിന്ന് തുടങ്ങി ഇത്ര ഇടം വരെ ഏകദേശം 1/2 കിലോമീറ്റർ വരുന്ന വലിയ കയറ്റത്തിലൂടെ വണ്ടി കടന്നു വരുമ്പോൾ 2 വീലറുകൾക്ക് എപ്പോഴും ഇതൊരു അപകടം. ഇത്രയും നിറയെ വണ്ടികൾ പോകുന്ന സ്ഥലമാണ് എന്നതാണ് ഇപ്പോൾ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള ആളുകൾ പറയുന്നത്. അതുവഴി യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് കാറിലിടിച്ചാണ് യുവതിക്ക് ജീവൻ നഷ്ടമായത്. സൈഫുനിസ അലിയാറാണ് തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.